Yes. ആരംഭിച്ചാലോ? Let us start. Okay. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ദിവസം ഞാൻ ഉണ്ടായില്ല. അത് നിങ്ങളുടെ മിലു ടീച്ചർക്ക് പോർഷൻ തീർന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ടീച്ചർ പകരം വന്നാൽ. യെസ്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ളതാണെങ്കിൽ അത് എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, റിപ്പോർട്ട് സ്പീച്ചിലോട്ട് ഏത് ടെൻസിലേക്ക് മാറ്റണം എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഞാനത് റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ച് അല്ലെങ്കിൽ റിപ്പോർട്ട് സ്പീച്ച് ഓർ ഇൻഡയറക്ട് സ്പീച്ച് അതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു രണ്ട് രീതിയിലുള്ള വെർബുകൾ അതിനകത്ത് ഉണ്ടാവും. ഒന്ന് ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് വരുന്ന ഒരു വെർബും അതിനോടൊപ്പം തന്നെ ഇൻവെർട്ടഡ് കോമയുടെ പുറത്തു വരുന്ന മറ്റൊരു വെർബ്. ഇൻവെർട്ടഡ് കോമയുടെ പുറത്തു വരുന്ന വെർബിനെ റിപ്പോർട്ടിംഗ് വെർബ് എന്നാണ് പറയുന്നത്. ആ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ എങ്ങനെയാണ് ഇൻഡയറക്ട് സ്പീച്ച് എഴുതേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസിലാണെങ്കിൽ ഒരു വേറെ മെത്തേഡാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കഷനിൽ പറഞ്ഞിട്ടില്ല. പാസ്റ്റ് ടെൻസ് മാത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യെസ്. അപ്പൊ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് വരുന്ന സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. യെസ്. ഇനി നമുക്ക് അടുത്ത ഒരു ചേഞ്ചസിനെ കുറിച്ച് നോക്കാം. ഞാൻ പറഞ്ഞൊരു വാചകം എഴുതിക്കോളൂ. She said I loved my family. She said അത് കഴിഞ്ഞ ശേഷം ഇൻവെർട്ടഡ് കോമയുടെ അകത്തില്ല I loved my family. യെസ്. ഓക്കെ, ഇത്രയും വരെ മതി. നോക്കി ഇവിടെ നിന്ന് വാചകത്തിന്റെ ഘടന ഒന്ന് നോക്കും. She said, അവൾ പറഞ്ഞു I loved my family. ഞാൻ എന്റെ കുടുംബത്തെ സ്നേഹിച്ചു. ശ്രുതി SMS അതിന്റെ അകത്ത് ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്നത് I loved my family എന്നുള്ളതാണ്. അത് ഏത് ടെൻസാന്ന് പറയാമോ? സിമ്പിൾ പാസ്റ്റ്. കറക്റ്റ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തരുന്നത് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. പക്ഷെ തന്നിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അങ്ങോട്ട് മാറ്റണം. ഓക്കെ ശ്രീലക്ഷ്മി, കറക്റ്റ് ആണ്, അങ്ങോട്ട് മാറ്റണം എന്നുള്ളതാണ്. തന്നിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിനെ മാറ്റേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. എങ്ങോട്ട് മാറ്റണം? പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പൊ ശ്രീലക്ഷ്മി, പാസ്റ്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ ഓർമ്മയുണ്ടോ? ഇത് പറഞ്ഞതല്ല, ആ പാസ്റ്റ് പെർഫെക്റ്റ്. ആ സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് മാറ്റങ്ങൾ പറഞ്ഞതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു സർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അതെ സർ. ഓക്കെ ഓക്കെ. അപ്പൊ ശരി ശരി ശരി. അപ്പൊ ഞാനിപ്പോ എഴുതിയത് മാറ്റുന്നില്ല, അതൊരു വരി അങ്ങനെ പറഞ്ഞതിന് ശേഷം നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എന്ത് വരും? ഷീ ടോൾഡ് ദാറ്റ് ഷീ ഹാഡ് ലവ്ഡ് ഹെർ ഫാമിലി. യെസ്, അത് അവിടെ നിൽക്കട്ടെ. ഓക്കെ വിഘ്നേഷ്, കറക്റ്റ് ആൻസർ. ഇനി അടുത്തൊരു വാചകം നമുക്ക് പറയാം. സെന്റൻസ് അത് തന്നെ. ഷീ സെഡ് I will continue my
studies, STUDIES. I will continue my studies. അതിന്റെ അകത്ത് I will continue my studies എന്നുള്ളത് ഇൻവെർട്ടഡ് കോമയുടെ അകത്തിടാം. ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് I will continue my studies എന്നുള്ളത് ഇൻവെർട്ടഡ് കോമയുടെ അകത്തിടാം കേട്ടോ. യെസ്. ഇനി നമുക്ക് നോക്കാം. വിഘ്നേഷ്, I will continue my studies എന്ന് പറയുന്ന ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം ഏത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. കറക്റ്റ്. വെരി ഗുഡ് കറക്റ്റ്. സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഘ്നേഷ് നോക്കി കഴിയുമ്പോൾ സബ്ജക്റ്റ് ഉണ്ട്, വിൽ അല്ലെങ്കിൽ ഷാലില് വില്ലുണ്ട്, പിന്നെ കണ്ടിന്യൂ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ഉണ്ട്. അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അങ്ങനെ തന്നിരിക്കുന്ന വാചകം സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ അതിനെ കണ്ടീഷണൽ ഫോമിലോട്ട് മാറ്റിയത്. എന്തെങ്കിലും മാറ്റിയാലും കണ്ടീഷണൽ ഫോം. അപ്പൊ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വില്ലാണെങ്കിലും വുഡ് ആകാം, ഷാൽ ആണെങ്കിലും ഷുഡ് ആകാം, ക്യാൻ ആണെങ്കിലും ഫുഡ് ആകാം, മേ ആണെങ്കിൽ മൈറ്റ് ആകാം. അങ്ങനെ അതിനെ കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റിയത്. കണ്ടീഷണൽ ഫോമിലോട്ട് മാറ്റിയത്. യെസ്. അപ്പൊ ഇവിടെ നോക്കി, ഷീ സെഡ്, അവള് പറഞ്ഞു ഐ വിൽ കണ്ടിന്യൂ മൈ സ്റ്റഡീസ്, ഞാൻ എന്റെ പഠനം തുടരും. എന്നുവെച്ചാൽ അവളുടെ പഠനമല്ലേ തുടരുന്നത്. അതുകൊണ്ട് അവള് നേരിട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ എന്നാക്കിയത്. യെസ്. അപ്പോ ഷീ സെഡ് എന്നുള്ളത് ഷീ ടോൾഡ് ദാറ്റ് ഷീ വുഡ് കണ്ടിന്യൂ. ടെൻസ് മാറ്റേണ്ട. ബില്ല് കഴിഞ്ഞാലും വുഡ് കഴിഞ്ഞാലും പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം. ഷീ വുഡ് കണ്ടിന്യൂ ഹെയർ സ്റ്റഡീസ്. ഓക്കെ വിഘ്നേഷ്, കറക്റ്റ് ആണ്. ഷീ ടോൾഡ് ദാറ്റ് ഷീ വുഡ് കണ്ടിന്യൂ ഹെയർ സ്റ്റഡീസ്. സിമ്പിൾ അല്ലേ? വെരി സിമ്പിൾ. അപ്പൊ ഞാൻ പറഞ്ഞത് മൂന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. സിമ്പിൾ പ്രസന്റ് ആണ് തന്നിരിക്കുന്ന വാചകമെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുക. സിമ്പിൾ പാസ്റ്റ് ആണ് തന്നിരിക്കുന്ന വാചകമെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റുക. സിമ്പിൾ ഫ്യൂച്ചർ ആണ് തന്നിരിക്കുന്ന വാചകമെങ്കിൽ അതിനെ കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റുക. സിമ്പിൾ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഈ ഒന്ന് രണ്ട് വാചകങ്ങൾ പറയാം. നിങ്ങൾക്കത് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റാൻ പറ്റുമോ നോക്കാം. നോക്കട്ടെ. ഇതിൽ he said ഇവിടെ കോമഡ് അകത്ത് the boy BOY may play MAY may play PLAY. ഇവിടെ കോമ ക്ലോസ് ചെയ്യാം. അത്രേ ഉള്ളൂ. He said ഇവിടെ കോമഡ് അകത്ത് the boy may play. അവൻ പറഞ്ഞു ആൺകുട്ടി കളിച്ചോട്ടെ. യെസ്. ഓക്കെ വിഘ്നേഷ്. ഓക്കെ ശ്രുതി. ശ്രീലക്ഷ്മി രവി. ശ്രീലക്ഷ്മി. സർ പറയൂ. അപ്പോ ക്ലാസ്സുകളൊക്കെ അവസാനിക്കാറായി. സർ. യെസ്. മിക്കവാറും ഓണത്തിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ക്ലാസ് ഓക്കെ ശേഷിയാരുടെ ഓണത്തിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ തീരും. ഓക്കെ 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 ഓക്കെ.
യെസ്. അപ്പൊ വീണ്ടും നമ്മൾ തമ്മിൽ എന്താണ് കാണുക? ഇനി കൺവെക്കേഷൻ ആവും നമ്മൾ നേരിട്ട് കാണുന്നത്. ഇത്ര നാള് ശബ്ദത്തെ കൂടെ എല്ലാം അറിയണുള്ളൂ. എനിക്ക് നിങ്ങൾക്ക് എന്നെ കാണാലോ. ആ Yes. സാറിനെ കാണാം, പക്ഷെ സാർ ഞങ്ങളാരെയും കണ്ടിട്ടില്ലല്ലോ. ഞങ്ങളും പരസ്പരം കണ്ടിട്ടില്ല. ഏ? ഞങ്ങളും പരസ്പരം കണ്ടിട്ടില്ല. ആ, നിങ്ങൾ കണ്ടിട്ടില്ല അല്ലേ? ഉം. Yes. ഓ, ഞാൻ വിചാരിച്ചത് അങ്ങനെയല്ല. നിങ്ങൾ തമ്മില് എല്ലാവരും തമ്മിൽ ഒരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, പരസ്പരം വിളിയും ഗ്രൂപ്പ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മെസ്സേജസ് ഒക്കെ അയക്കാറുണ്ട്, പക്ഷെ എന്നാലും അങ്ങനെ നേരിട്ട് നമ്മള് കണ്ടിട്ടില്ല ഇതുവരെ. ശരി ശരി. ഓൺലൈനാണ്, ഓഫ്ലൈനിലോട്ട് വന്നിട്ടില്ല അല്ലേ? അതെ. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ വെറുതെ ഒരു സൗഹൃദമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ അടുത്ത ആഴ്ച കൂടി തീരുമാനിക്കുന്നു വിചാരിക്കുന്നു. യെസ്. ആ, ക്ലാസ് അവസാനിക്കുന്നുണ്ട്. യെസ്, കറക്റ്റ് ഡേറ്റ് ടീച്ചർ പറയുന്നുണ്ട്. അപ്പോ ഇതിന്റെ ആൻസർ എന്ത് വരും? ഹി told that the boy might play. അടുത്ത സെന്റൻസ്, he said. He said. ഇൻവെർട്ടഡ് കോമകളുള്ളിൽ I will show SHOW. I will show you how the grinder, GRINDER, grinder worked, WORKED. He said, inverted comma agathu, I will show you how the grinder worked. Okay. ഹീര അതിനകത്തൊരു ഓക്കെ ഹീര. ഓക്കെ. അപ്പൊ അതിന്റെ ആൻസർ ഞാൻ വായിക്കാം. He told that he would show me. Me എന്നുള്ളതിന് പകരം us എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. me എന്നും പറയാം, us എന്നും പറയാം, രണ്ടും ശരിയാണ്. എന്നെ കാണിക്കും അല്ലെങ്കിൽ ഞങ്ങളെ കാണിക്കും. He would show me how the grinder worked. How the grinder worked. അടുത്ത് she said. ഇനി ഇന്നോട് കോമഡ്. The Prime Minister, PRIME, Prime Minister, MINISTER, Prime Minister will inaugurate the function. She said, the Prime Minister will inaugurate the function.
Okay, Vignesh. Okay, Sudeep. Okay, Srilashmi. Yes. Okay, very good, very good, very good. അപ്പൊ ഞാൻ അവിടെ നിൽക്കട്ടെ. ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് പറയാം. നമ്മളിപ്പോ ഹീരയുണ്ട്, അഞ്ജനയുണ്ട്, ശ്രീലക്ഷ്മി, ശരണ്യ, വിഘ്നേഷ്, നിമിഷ, സുധി എസ്. അപ്പോ 2, 4, 7 പേരുണ്ട്. ആ 7 പേരും ഞാനും ഉൾപ്പെടെ നമ്മളൊരു കാര്യം ചർച്ച ചെയ്യണം. ചർച്ച വേറൊന്നുമല്ല, നമ്മൾ ഒരു ഓണം സെലിബ്രേഷൻ കണ്ടക്ട് ചെയ്യാൻ വിചാരിക്കും. ഓൺലൈൻ അല്ല, ഓഫ്ലൈനാണെന്ന് വിചാരിച്ചു. നിങ്ങളെല്ലാവരും ടീച്ചർമാരാണ് എന്ന് വിചാരിക്കുക. എല്ലാവരും ടീച്ചർമാരാണ്, ഞാനും അവിടുത്തെ എച്ചും ആണെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ടീച്ചർമാരെല്ലാവരും കൂടി, പിന്നെ ഒരു സാറുണ്ട്, വിഘ്നേഷ് സാറുണ്ട്, കൂടി ഒരു മീറ്റിംഗ് കൂടിയിരിക്കുന്നത്. ആ മീറ്റിങ്ങിൽ എങ്ങനെയാണ് സ്കൂളിൽ ഓണം ഈ പ്രാവശ്യം സെലിബ്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങളുടെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ് ഞാൻ ക്ഷണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇംഗ്ലീഷിൽ പറയാം കേട്ടോ. എന്തൊക്കെ മത്സരം വേണം, എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ പറയാം. അപ്പൊ ശരണ്യക്ക് വേറൊരു റോളും കൂടി തരാം. ശരണ്യ നല്ലൊരു ഒബ്സർവർ ആയതുകൊണ്ട് ക്രിയാത്മകമായ നിർദ്ദേശം ഏത് ടീച്ചറിൽ നിന്നാണ്, ഏത് സാറിൽ നിന്നാണ് വരുന്നത് എന്നുള്ള ഒരു പരിശോധന കൂടി ശരണ്യ നടത്തിക്കൊള്ളു. യെസ്, വളരെ ക്രിയാത്മകമായ, അതിനോടൊപ്പം തന്നെ വളരെ ആപ്റ്റായ നിർദ്ദേശങ്ങളും പ്രാവർത്തികമാക്കാവുന്ന നിർദ്ദേശങ്ങൾ എന്ത് വേണമെന്ന് പറയാം. എന്തൊക്കെ ഫുഡ് വേണമെന്ന് പറയാം, എങ്ങനെയൊക്കെ മത്സരം വേണമെന്ന് പറയാം. ഇനി അതുമല്ല എങ്കിൽ ഓക്കെ, വേറെ എന്തെങ്കിലും ഇന്ന് ഫിനാൻസ് അങ്ങനെ സംഘടിപ്പിക്കണമെന്ന് പറയാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാം. ഓക്കെ, വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ പറയാം, വെറൈറ്റി ആയിട്ടുള്ള മത്സരങ്ങൾ. പൂക്കളം വേണമെങ്കിൽ പൂക്കളം ഇടണ്ട, അത് ഡിസൈൻ ചെയ്ത് ഓൺലൈനായിട്ട് അങ്ങനെ വാട്ട് എവർ വിച്ച് ഐഡിയാസ്, വാട്ട് എവർ ബി ദ ഐഡിയാസ്, നോ പ്രോബ്ലം. സോ നമ്മൾ മീറ്റിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. You are the teachers, Hira teacher, Anshul teacher, Srilakshmi teacher, Sharanya teacher, Nimisha teacher, Sudhi teacher, and Vignesh sir. ഇങ്ങനെ ഇത്രയും പേരാണ് നമ്മുടെ മീറ്റിംഗ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. I am the principal or I am the HM. അപ്പൊ ഞാൻ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നു. യെസ്, അപ്പോൾ ഞാൻ ആരംഭിക്കുകയാണ്, ഞാൻ തുടങ്ങി വെക്കുന്നുള്ളൂ. സോ മൈ ഡിയർ ടീച്ചേഴ്സ് ആൻഡ് teachers and co-workers. So on the first week of September 2025, our Onam is coming, the festival Onam is coming. So we have to celebrate this Onam very happily, and at the same time we have to give more importance to this Onam celebration. So I request all of you to give your ideas and suggestions. How to conduct the Onam celebration and the way to mobilize the fund. All these things should be included. So our festival will be for 1 day. 1 day. So we have to include everything in 1 day. So I suggest all of you to participate and give your valuable opinions. Okay.
Who is going to start first? Kira, I think you are efficient. You have the ability to speak. Kira is a woman of smart ideas. Okay? So I invite Kira to give your opinion. Good morning, everybody. Yes, good morning. Yes, first of all, we are celebrating the Onam on after 1 week. Yes, Then we are planning how to celebrate it. yes. One more thing. ഈ ഹീരയുടെ ഐഡിയ ചിലപ്പോ വേറെ ആക്കി കഴിഞ്ഞാൽ സംശയങ്ങളൊക്കെ ചോദിക്കട്ടെ. അതങ്ങനെയല്ല അതങ്ങനെ റെഡിയാവുന്ന സംശയം യു ക്യാൻ ആസ്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, അപ്പൊ ഷീ വിൽ ക്ലിയർ ഇറ്റ്. അത് ക്ലിയർ ചെയ്തു. ഓക്കെ ഹീര, കണ്ടിന്യൂ. Okay, we are celebrating first of all the Pokalam competition. That is the main. യെസ്. Then next one, the like traditional games, means traditional Kerala games like kabaddi or കമ്പവലിക്കുന്ന സാർ ഇംഗ്ലീഷ് പറയാതെ അറിയില്ല. Yeah, like that. Then, yeah, sir, Vadambali. Yeah. Then Onam themed decoration, decorate the school with Onam themed decorations like that. And some invite a special guest for speaking. And Onam quiz like that. I am planning like that. And what about yours plan? Yes, and here you told that we have to invite some celebrities. Do you know anybody personally? So we have to bring them without very expensive task. Yeah, but like that, not for Are you that familiar is- with any film star? no. Or singer? I am thinking some special guest for any that Panjat secretary or like Panchayat. that. Yes. So from local self-government bodies. Yeah, like Okay, that. Tell me others' opinion. ഓക്കെ. അപ്പൊ അത് പറയുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും പറയട്ടെ, ഞാൻ കൊണ്ടുവരാം. ഇന്നാണ് എന്റെ ഫ്രണ്ടാണ്. ഐ വിൽ ബ്രിങ് ഹിം വിത്തൗട്ട് എനി കോസ്റ്റ്. അങ്ങനെ പറയാം. ഓക്കെ, ഹീര, യു സ്റ്റാർട്ട് ഇറ്റ്. വെൽ ബിഗർ ഇസ് ഹാഫ് ഡൺ. വെൽ ബിഗർ. അപ്പൊ എങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളതിന്റെ ഹീര തുടങ്ങി വെച്ചിട്ടുണ്ട്. യെസ്, അടുത്തതാരാണ് പറയുന്നത്? നിങ്ങളുടെ ഐഡിയാസ് പോരട്ടെ. ശ്രീലക്ഷ്മി പറയൂ. സാർ ഞാൻ നെക്സ്റ്റ് പറയാം. ഒന്നും കൂടി കുറച്ചും കൂടെ ഒന്ന് Yes. ഇതാക്കാണ്ട്. കുറച്ചുകൂടി റെഡിയാക്കാൻ ഇപ്പൊ സ്നേഹിതരെന്താണ് അതെ, ശ്രീലക്ഷ്മി? ഇപ്പൊ ശരിയാക്കി തരാം. യെസ്. ശ്രുതിക്ക് ഐഡിയ ഉള്ള പ്രധാനപ്പെട്ടാണ്. ശ്രുതി എസ് യൂണിവേഴ്സ് Yes, sir. പറഞ്ഞോളൂ. ശ്രുതിയുടെ ഐഡിയ ഉണ്ട്. First we create a Pookalam യെസ്, and prepare the Onam Sadhya, യെസ്. ഓണസദ്യ. and we conduct some host cultural programs like Tiruvadira, Pulikali, യെസ്. and other Onam songs. തിരുവാതിര, പുലിക്കളി ഇസ് വെരി എക്സ്പെൻസീവ്. Yes, sir, little bit. യെസ്. ഓക്കെ. കണ്ടിന്യൂ. And also arrange a fancy dress parade for a King Mahabali. Oh, fancy dress competition. The semblance of Mahabali. Okay. That's all, sir. Thanks all. Yes. എല്ലാവരും കൺവെൻഷണൽ രീതിയിൽ നിന്ന് മാറി ചിന്തിച്ചില്ല. എല്ലാവരും കൺവെൻഷണൽ പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി ചിന്തിക്കും. യെസ്, ഒന്നുകൂടി പറയാം.
കേട്ടോ, ആലോചിച്ചോളൂ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആ, Sir, one point, we want to a dress code also. yes. Set or Kerala sari, Yes, which sir. is Set preference. Kerala saree and men's wear shirt and kurta. Yes. Okay. Shirt and kurta. Yes. Okay. Very good, very good, very good. So, so the teacher, how to mobilize the fund for the function? How can we mobilize the fund for the function? From teachers and other staffs. One teacher can afford how much? Around 500. 500. You ask the other teachers whether they are ready to afford 500. I don't. I think 500 is more expensive. I think 350 like that, sir. Oh, Kiran teacher says that 500 is little more high amount. 350 is that. ഈ അപ്പൊ അത് കൗണ്ടറായിട്ട് അടുത്താണ് പറയേ. ഒരാളുടെ അഭിപ്രായം പറയുമ്പോൾ അതിനൊരു ഒരു ഒരു സപ്പോർട്ടീവ് ആയിട്ടോ അല്ലെങ്കിൽ ഇതായിട്ടോ പറയും. അല്ലെങ്കിൽ വേറെ ആയിരിക്കും സാറേ ഞാൻ ഇത്ര രൂപ തരാം. First, I will calculate how many people are attending the function. Then I will arrange the money. Yes, we have to calculate the number of participants in the function. Yes, totally here in this school, 500 students are studying here. 200 students LP section and 100 students UP section and 200 students high school section. So 3 sections. So how to mobilize the fund from the students? Okay, you think okay. Problem നമ്മുടെ ശ്രീലക്ഷ്മി റെഡി ആയിട്ടുണ്ടാവും. പുതിയ ഐഡിയയുമായിട്ട് ശ്രീലക്ഷ്മി വരും. വിഘ്നേഷ് അഭിപ്രായം പറയട്ടെ, get ready. ശ്രീലക്ഷ്മി, sir. are you okay? Next, sir. Very good, very good. Yes. Nimisha. Nimisha. Yes. Vignesh, sir. പറഞ്ഞോളൂ. What are your ideas? Variety ideas കേൾക്കണമെങ്കിൽ ഇതാ കേട്ടോളൂ. Yes. Good morning, sir, and respected my dear colleagues. Oh, very good. My dear colleagues, സഹപ്രവർത്തകർ, very good. Sir, we would like to tell you about Onam celebration. We plan to decorate Pookalam and prepare grand Onam Sadhya and wish to distribute Kerala Munda and sarees to poor people around Yes. our locality. Yes, very good, very good, very good. And we wish to give a message to the children about the importance of Onam celebration. Yes. And also make this day a wonderful one. Yes. We would there would be many activities like tug of war Yes. and there and we would play the story of Mahabali and Vamana, the historical story. Yes. Sir, ഇത്രേ കിട്ടുകയല്ലേ. Yes. Okay. കുഴപ്പമില്ല വിഘ്നേഷ്, കറക്റ്റ് കുറച്ചുകൂടി കാര്യമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. Yes. Okay. അഞ്ജന ശങ്കർ. നിമിഷ പാറു. Yes, sir. നിമിഷയുടെ അഭിപ്രായങ്ങൾ പറയൂ. We shall conduct a dance competition. Dance competition for students or teachers? For students. Students. Okay.
And Nimisha, as you are a dancer, you will be appointed as one of the judges. Okay? To evaluate Okay. the dance competition. Okay, okay. Very good, very good. Dance competition. Balance. Okay, very good, very good. Seriously, especially sir. Yeah, ready. we expect something special from you. Okay, I will try my best, sir. Okay, very good, very good. Yes, that is a confidence. Hi everyone. Today we are discussing about our upcoming Onam celebration conducted on 1st September 2025, Monday at our school. Yes, Here we add an extra drama program about the origination of Onam for make a knowledge about this to our students, yes, because most of them not knowing about this celebration and its origination. yes, And also we conduct other programs like Pookala Malsaram, Madamali, Kasarakali, Kalamudakal, Onapatugal, and the Grand Onam Sadhya in our venue for our students. yes. Okay, okay, okay. So cooperate all the teachers, management and students to celebrate our Onam 2025 as a grand Yes. function. Yes. Thank you all. Happy advanced Onam for all. Yes. Oh, very good, very good, very good. നമ്മുടെ വാല്യുവേഷൻ നടത്തേണ്ട ആളില്ലല്ലോ. Yes. Okay, 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 okay. So I get your suggestions. So we will conduct Onam celebration on next Monday. As you told, we will conduct the Onam Sadhya and we will conduct the cultural competition and other programs. So a dance competition as suggested by Nimisha teacher. Yes, we will also raise the fund from the students and also from the teachers. Yes, after calculating the number of participants in the program, we will decide the rate or the contributions to be made by each student and each staff. Okay, meeting is this person. Meeting in the yes. Sheila. Sheila Rajesh. Yes, yes. ആരായിരുന്നു ഹീരനെ മാറ്റി നിർത്തിക്കോട്ടെ. ആരായിരുന്നു ക്രിയാത്മകമായ നിർദ്ദേശങ്ങളൊക്കെ നൽകിയത് എന്ന് തോന്നിയത്? ഈശ്വര. അങ്ങനെ ഇവിടെ 1, 2, 3, 4 പേരെ പങ്കെടുത്തുള്ളൂ. ശ്രീലക്ഷ്മി, വിഘ്നേഷ് ആൻഡ് നിമിഷ. വിഘ്നേഷും ശ്രീലക്ഷ്മി ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത്. ഓക്കെ ഓക്കെ, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അല്ലേ? യെസ് യെസ്, ഓക്കെ ഓക്കെ. ഗ്രാമറും വലിയ കുഴപ്പമില്ലാണ്ട് തെറ്റുകൂടാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. യെസ്, ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. യെസ്, അപ്പൊ നമ്മുടെ ഹീര പറഞ്ഞത് നന്നായിരുന്നു. തുടങ്ങി വെച്ചത് ഹീരയാണ്. അതിന്റെ ഐശ്വര്യം ഉണ്ടായിരുന്നു. എല്ലാവരും യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, സോ നമുക്ക് നാളെ കാണുമ്പോൾ വേറൊരു കാര്യം പറയാം. യെസ്, അവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വിഷയത്തിലോട്ട് വീണ്ടും വരികയാണ്. സിമ്പിൾ പ്രസന്റിന്റെയും സിമ്പിൾ പാസ്റ്റിന്റെയും സിമ്പിൾ ഫ്യൂച്ചറിന്റെയും ഈ 3 ടെൻസുകളുടെ പാസീവ് വോയിസ് അല്ലാതെ സ്പീച്ചിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ പറയും, ഇത് എവിടെയാണ് വരുന്നത് നമുക്ക് പറയാം. ഇപ്പോ ഭർത്താവ് രാവിലെ ജോലിക്ക് പോകും. ഓക്കെ ശ്രീലക്ഷ്മി, ഭർത്താവ് രാവിലെ ജോലിക്ക് പോകും. ജോലിക്ക് പോകുന്ന സമയത്ത് ഭർത്താവ്
എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിയാകുമ്പോഴാണ് തിരിച്ചു വരാറ്. പക്ഷെ അന്ന് പോയപ്പോ ഭർത്താവ് പറഞ്ഞാൽ 5 മണിയാകുമ്പോൾ വരാം, 5 മണിക്ക് ഞാൻ വരും അല്ലെങ്കിൽ വരാം എന്ന് പറയാം. ഇതിനാണ് പോകുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ഭർത്താവ് പോയി. ഭർത്താവ് പോയപ്പോ ഭർത്താവ് പറഞ്ഞ കാര്യം നിങ്ങൾ അകത്തോട്ട് വന്നിട്ട് കുട്ടികളോട് പറയും. അച്ഛൻ പറഞ്ഞു അച്ഛൻ 5 മണിക്ക് വരാമെന്ന്. ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞ ശേഷം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ 5 മണിക്ക് വരാമെന്ന്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? My father said that he will come at 5 p.m. ചെറിയ മിസ്റ്റേക്കോടെ പറ്റിയിട്ടുണ്ട്, നമുക്ക് കറക്റ്റ് ചെയ്യാം. ഓക്കെ, എന്തോ യെസ് നിമിഷ. കുട്ടികളുടെ അച്ഛനാണ് വരാന്ന് പറഞ്ഞിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ പറയണം നമ്മള്. അച്ഛൻ പറഞ്ഞു 5 മണിക്ക് വരാമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. യെസ്, ഓക്കെ, പറഞ്ഞോളൂ നിമിഷ, പറഞ്ഞോളൂ. സാർ ഒന്നുകൂടി പറയാമോ? നിമിഷ, are you married? No. No. Yes. നിമിഷയുടെ അച്ഛന്റെ പേര് എന്താണ്? മാർട്ടിൻ. യെസ്. അപ്പോ മാർട്ടിൻ ചേട്ടൻ രാവിലെ ജോലിക്ക് പോയപ്പോ പറയണം ഞാൻ 5 മണിക്ക് വരാം എന്ന് പറഞ്ഞത് പോയി. ഇത് അകത്ത് ചെന്നിട്ട് നിമിഷ ആരോട് പറയുന്നു? അമ്മയോടോ സഹോദരിയോട് പറയുന്നു അച്ഛൻ 5 മണിക്ക് വരാമെന്ന് പറഞ്ഞു. Father said he will come on 5 o'clock. ചെറിയൊരു മിസ്റ്റേക്ക് അതിനകത്ത് പറ്റിയിട്ടുണ്ട്. സുധി SMS അത് പറഞ്ഞു. ഇതേ സിറ്റുവേഷൻ Father said that he had came 5 o'clock. Yes. Okay. Migration. സാറേ പറഞ്ഞോളൂ. ഇതേ സിറ്റുവേഷൻ എന്താ സിറ്റുവേഷൻ ഒന്നുകൂടെ പറയാ? വിഘ്നേഷിന്റെ അച്ഛൻ വിഘ്നേഷിനോട് രാവിലെ പറയുന്നു ഞാൻ വൈകിട്ട് 5 മണിക്ക് വരാം. സാധാരണ 7 മണിക്കാണ് വരാറ്, 5 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോകുന്നു. അച്ഛൻ പോയതിനു ശേഷം അകത്തേക്ക് ചെന്നിട്ട് അമ്മയോട് ഇത് പറയുന്നു 5 മണിക്ക് അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല എന്നോ എങ്ങനെ മലയാളത്തിൽ പറയണോ ഇംഗ്ലീഷ്? 5 മണിക്ക് വരാമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. My father told me that he would come at 5 p.m. 5 o'clock. Okay. Here. Can they ever? Father said that father would come at 5 o'clock. Yes, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിരുന്നു. നിങ്ങൾക്ക് നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യില്ല പഠിച്ച കാര്യം. നമ്മൾ ഇപ്പൊ പഠിച്ച സാധനങ്ങളത് അച്ഛൻ പോവാൻ നേരത്ത് വാദത്തിൽ നിൽക്കുന്ന മോനോടല്ല ഐ വിൽ കം അറ്റ് 5 o'clock, വൈകുന്നേരം 5 മണിക്കാൻ വരും. യെസ്. അപ്പോ നിമിഷ പറഞ്ഞപ്പോഴും ഹീര പറഞ്ഞപ്പോഴും ശ്രീലക്ഷ്മി പറഞ്ഞപ്പോഴും ശ്രുതി പറഞ്ഞപ്പോഴും വില്ല് ചേർന്നു. വില്ലല്ല അവിടെ ചേർക്കേണ്ടത്, വുഡാണ് നമ്മളിപ്പോ പറഞ്ഞത്. വിഘ്നേഷ് വുഡ് എന്നാണ് പറഞ്ഞത്. വുഡ് വേണം. യെസ്. ഓക്കെ. വിഘ്നേഷ് വുഡ് എന്നല്ലേ വില്ലല്ലേ പറഞ്ഞത്? വുഡാണ് കറക്റ്റ്. അപ്പോ നേരത്തെ പറഞ്ഞ ശ്രീലക്ഷ്മി പറഞ്ഞാലും നിമിഷ പറഞ്ഞാലും ആ വില്ല് മാറ്റിയിട്ട് വുഡ് നൽകി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ കറക്റ്റ് ആയിട്ട്. ഫാദർ ടോൾഡ് ദാറ്റ് ഹി വിൽ കം എന്നുള്ളത് ഹി വുഡ് കം എന്നാണ്. കാരണം ടോൾഡ് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഇവിടെ വില്ല് വരില്ല, വുഡ് വരണം. യെസ്.
ആ ശരണ്യ സേതുമോൾ. ശരണ്യ. യെസ്. ഓക്കെ, അവിടെയാണ് ആ ഒരു മിസ്റ്റേക്ക് പറ്റിയത് കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമ്മൾ 3 ടെൻസുകളെ പറഞ്ഞു. അടുത്ത ടെൻസ് മിക്കവാറും അടുത്ത ക്ലാസ് നടന്ന ക്ലാസ് അല്ലേ? സേതുമോളെ, ഞങ്ങൾ ശരണ്യ നമ്മൾ പറഞ്ഞത് ഇവിടെ ഓരോരുത്തർ സജഷൻ പറഞ്ഞതിൽ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും നല്ല നിർദ്ദേശങ്ങളുമായിട്ട് നന്നായിട്ട് പറഞ്ഞതായിട്ട് ശരണ്യക്ക് ആര് പറഞ്ഞതാണ് തോന്നിയതെന്നാണ് ചോദ്യം. ഞാൻ കുറച്ച് കേട്ടുള്ളൂ സാറേ. ഇവിടെ ഒരു പാമ്പിനെ കണ്ടിട്ട് അങ്ങോട്ട് പറഞ്ഞു. ഇവിടെ ഒരു പാമ്പ്. എന്നിട്ട് അതിന് പക്ഷെ കിട്ടിയില്ല. അത് ഇവിടെ പോയി അതിന്റെ കല്ലിന്റെ ഇടയ്ക്ക് കയറി. ഞാൻ വിഘ്നേഷിന്റെ വരെ കേട്ടു. വിഘ്നേഷ് വരെ കേട്ടേക്ക് പറഞ്ഞോളൂ. വിഘ്നേഷ് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിഘ്നേഷ് നന്നായിട്ട് പറഞ്ഞു. പിന്നെ ശ്രുതി, ഹീര പറഞ്ഞു, നിമിഷയും പറഞ്ഞു. അവര് 5 പേരെയാണ് ഞാൻ കേട്ടത്. അതായത് സേതുമോൾക്ക് നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഇതിനു മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞ് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, സേതുമോളെ തന്നെ ശരണ്യനെ തന്നെ ഏൽപ്പിച്ചത്. യെസ്, നമ്മളത് 2-4 ക്ലാസ്സിലാണ് പറഞ്ഞത്. 2-4-2025 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. യെസ്, നമ്മളൊരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മോഡറേറ്റ് ആയിട്ട് വെച്ച് ചെയ്യുമ്പോൾ പറഞ്ഞു. യെസ്, റൈറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പോ ഞാൻ നിങ്ങളോട് ഒന്നായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങളുടെ ആൻസർ നിങ്ങൾ പറയാം. സിമ്പിളായ ചോദ്യമാണ്. അപ്പൊ മിക്കവാറും നാളത്തെ നമ്മുടെ ക്ലാസ് ആയിരിക്കും ലാസ്റ്റ് ക്ലാസ് എന്ന് വിചാരിക്കുന്നു. കാരണം ഇനി വരുന്നത് ചൊവ്വാഴ്ച, പിന്നെ വരുന്നത് പിറ്റേ ദിവസം മുതൽ ഓണം സെലിബ്രേഷൻ ആണ്. അപ്പൊ ക്ലാസ് ഉണ്ടാവില്ല. അപ്പൊ മിക്കവാറും ശ്രീലക്ഷ്മി നല്ലൊരു പാട്ടൊക്കെ പഠിച്ചിട്ട് പോരെ. ഒരു പക്ഷേ പാടാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ഇരുന്നിട്ട് അപ്പൊ നമുക്ക് എങ്ങനെയാണ് നാളത്തെ ക്ലാസ് മനോഹരമാക്കേണ്ടതെന്ന് ചിന്തിച്ചിട്ട് അതിന്റെ ഐറ്റംസ് സംഘടിപ്പിച്ചിട്ടൊക്കെ പോരും. ഓരോരുത്തരോടൊക്കെ പറഞ്ഞ് റെഡിയാക്കിയിട്ട് പോരും. ആ പരിപാടികൾ മുഴുവൻ ഞാൻ ശ്രീലക്ഷ്മിയെ ഏൽപ്പിക്കുന്നു. ഓക്കെ, പറയും ഞാൻ റെഡിയാക്കിയിട്ട് പോരും. യെസ്, ഓക്കെ. ശരണ്യയും ഹീരയെയും സുധിയെയും ഏൽപ്പിക്കുന്നു. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ ഒരു ഇറ്റാലിയൻ ഡിഷ് കൺസിസ്റ്റിംഗ് ഓഫ് ഫ്ലാറ്റ് ബ്രെഡ് ടോപ്പ്ഡ് വിത്ത് വെജിറ്റബിൾസ് ആൻഡ് മീറ്റ്, പിസ്സ എന്ന് പറഞ്ഞത് അല്ലേ? ഞാൻ ചോദിച്ചതല്ലേ? പറഞ്ഞതാണ്. യെസ്, ഓക്കെ. അപ്പൊ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. ഈ ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ചോദ്യത്തിന്റെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ ഇ എന്നാണ്, ലാസ്റ്റ് ലെറ്ററും ഇ എന്നായിരിക്കും. ഫസ്റ്റ് ലെറ്റർ ഇ, ലാസ്റ്റ് ലെറ്റർ ഇ. ഈ ഫസ്റ്റ് ആൻഡ് നെക്സ്റ്റ് അല്ല, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് കേട്ടോ. ഓക്കെ. സിമ്പിൾ ആയിട്ട് ചോദിക്കാം. ദ ബോഡി പാർട്ട് യൂസ്ഡ് ഫോർ സീയിങ്. സുധി, വിഘ്നേഷ്, ശ്രീലക്ഷ്മി. സുധി, വിഘ്നേഷ്, ശ്രീലക്ഷ്മി. കറക്റ്റ് ആൻസർ ആണ്. ദാറ്റ് ഈസ് ഐ. അപ്പൊ അതിന്റെ ഐഡിയ ഇവിടെ കിട്ടിയല്ലോ. EYE ഫസ്റ്റ് മീ ആണ്,
last year. Yes. Next one. A physical activity to keep healthy and strong. Vignesh, Srilakshmi, Sudhi. Vignesh, Srilakshmi, Sudhi. Correct answer is okay here. Okay, Sharanya. Correct answer is answer is exercise. Very good, very good, very good. அடுத்து. The outer line, L-I-N-E, line, or border, B-O-A-R-D, border of something. The outer line or border of something. The outer line or border of something. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് അത്. Ira, Srilakshmi, Sudhi. Ira, Srilakshmi, Sudhi. Edge, E-D-G-E, edge, edge. Okay, Sharanya, correct answer. Yes. Next question. A quick way, Q-U-I-C-K, a quick way to get away from a danger. A quick way to get away from a danger. Sudhi, Vignesh, Srilakshmi. Sudhi, Vignesh, Srilakshmi. Correct answer ആണ്. The answer is escape. രക്ഷപ്പെടുക. Escape. Correct ആണ്. Correct ആണ്. അടുത്തത്. A large group of lands, L-A-N-D-S, a large group of lands ruled by one leader. Ruled by one leader. Vignesh, Srilakshmi, Sudhi. Vignesh, Srilakshmi, Sudhi. Correct ആണ്. Empire, സാമ്രാജ്യം. രാജാക്കന്മാരുടെ രാജാവാണ് എംപറർ. Empire. Yes. അടുത്തത്. ഞാൻ സിറ്റുവേഷൻ പറയുന്നത് നിങ്ങൾ അതിന്റെ വൺ വേർഡ് പറഞ്ഞാൽ മതി. To go bad, B-A-D. To go bad or no longer be safe to use or eat. To go bad or no longer be safe to use or eat. Kira, Srilakshmi, yes. അപ്പൊ കീര ആൻഡ് ശ്രീലക്ഷ്മി. വെരി ഗുഡ്. അതിന് ഇത് വേണ്ടത് എക്സ്പയർ ചെയ്യണം. എക്സ്പയർ, നോ ലോങ്ങർ യൂസ്. ഇറാഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാവുന്നതാണ്. നോ ലോങ്ങർ യൂസ് ഓർ ഈറ്റ്, കഴിക്കാനോ ഉപയോഗിക്കാനോ പിന്നീട് പറ്റാത്തത്. യെസ്. അടുത്തത് ടു ബ്രീത്ത്, B-R-E-A-T-H, to breathe air out of the lungs. Srilakshmi, Sudhi, Sharanya. Srilakshmi, Sudhi, Sharanya. Correct answer ആണ്. That answer is exhale, E-X-H-A-L. അടുത്തത് to leave, L-E-A-V-E, leave. To leave something or someone out.
To leave something or someone out. അല്ല, to leave, L-E-A-V-E, leave something. ഒന്നുകൂടി നോക്ക് ഹീര. Or someone. സമയം പറഞ്ഞ to leave something or someone. Excuse അല്ല. നിങ്ങൾ അതിന്റെ ലീതേ കൂടെ പോകുന്നുണ്ട്. ശ്രുതി, ശ്രീലക്ഷ്മി, ശരണ്യ. ശ്രുതി, ശ്രീലക്ഷ്മി, ശരണ്യ. എക്സ്ക്ലൂഡ് ആണ്, ഒഴിവാക്കുക. To leave something, ഉപേക്ഷിക്കുക. or someone, ഒരു സംഗതിയെയോ ഒരു വ്യക്തിയോ വേണ്ടെന്ന് വെക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഈ പേര് പറയാം. യെസ്. അപ്പൊ ഇതിനകത്ത് ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ബാക്കി ഞാൻ അടുത്ത ദിവസം ചോദിച്ചോളാം. എ പേഴ്സൺ or group of person, a person or group of person seen as, S-E-N, seen as the best or more powerful. A person or a group of person seen as the best or more powerful. Exclude അല്ല, ശ്രുതി, ശരണ്യ, ശ്രീലക്ഷ്മി. ശ്രുതി, ശരണ്യ ആൻഡ് ശ്രീലക്ഷ്മി. യെസ്. അപ്പോ ഞാൻ നിങ്ങളുടെ പോയിന്റ് നിലവാരം പറയാം. ഹീര 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ശരണ്യ 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. വിഘ്നേഷ് 4 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ശ്രുതി 8 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, 8 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ശ്രീലക്ഷ്മി 9 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, 9 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. മാർക്ക് കുറഞ്ഞവർക്കും മാർക്ക് കൂടിയവർക്കും ഒരുപോലെ അഭിനന്ദനം. ഓക്കെ, we will meet in the next class. Okay, bye. Okay, Hira.